മാന്യസദസ്സിന് വന്ദനം. ഇതൊരു ഡിസ്ക്ലൈമർ ആണ്. ഈ വീഡിയോയിലുള്ളവരും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും ദൈവത്തെ ഓർത്ത് എന്നെ പഞ്ഞിക്കിടരുത്. കാരണം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് സെപ്റ്റംബർ 26-നാണ്, വിച്ച് മീൻസ് 4 months ago. ചില സാങ്കേതിക വിദ്യാഭ്യാസ പിരിമുറുക്കങ്ങൾ കാരണം ഈ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇത്രയും കാലതാമസം വന്നു. അതിന് ഞാൻ ഖേദിക്കുന്നു. എടുത്ത വീഡിയോസ് എവിടെ എന്ന് ചോദിക്കുന്നവർക്കായി ഇവിടെ ഞാനിത് സമർപ്പിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്കുകളുടെ രൂപത്തിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും നൽകുക. ഹലോ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. സോ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അതായത് നമ്മുടെ കോളേജ് ലൈഫിലെ ഫസ്റ്റ് തൈവിക്ക് പോകാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ. ഞാൻ നേരത്തെ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 4:45 5:30 നമുക്ക് കോളേജിൽ എത്തേണ്ടത് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു അടിപൊളി മഴയാണ്. ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം മഴ കുറയുമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മഴയിൽ തന്നെ പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. കുറച്ചു നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ആ നോക്കിയിരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ആ മഴ കുറയുന്ന ലക്ഷണമേ ഇല്ലടാ. അപ്പം നമ്മൾ പച്ചക്കുതിര ലുക്കിൽ പച്ച റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിതാജിയാണ് എന്നെ കോളേജ് വരെ ആക്കി തരുന്നത്. പിന്നെ 5:30 ആകുമ്പോഴേക്കും ബസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30 ആയിട്ട് നമ്മളവിടെ എത്തിയിട്ടില്ല കോളേജിൽ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ കൊണ്ടുപോകാതെ ബസ് എടുത്ത് പോകുമെന്നൊക്കെ. പിന്നെ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുറച്ച് സമാധാനമായി കേട്ടോ. അങ്ങനെ 5:30 കഴിഞ്ഞു, 6:30 കഴിഞ്ഞു, 7:30 ആയിട്ട് നമ്മുടെ ബസ് വന്നില്ലായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മുടെ പുതിയ ബസ്സായിരുന്നു. അതായത് ആ ബസ്സിൽ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മുടെയാണ്. അപ്പോൾ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് കുറച്ചധികം ഡിലേ ആയി പോയി. പുറത്തുള്ള ഇരുട്ടൊക്കെ മാറി നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ വേറെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരും വന്നു തുടങ്ങി. ആഫ്റ്റർ 2 hours ഓഫ് കാത്തിരിപ്പ് നമ്മുടെ ബസ് വന്നു ഗായ്സ്. അതാ നോക്കൂ, മുറ്റത്തൊരുമൈന. സോ ഇതാണ്ടോ നമ്മുടെ ബസ്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നൊക്കെ പറയുന്ന പോലെ ബസ്സിന്റെ എൻട്രി ഒക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. ഇനി ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ചാടി പഠിച്ച് ഓടിക്കേറി. പിന്നെ ഈ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി ഇരുന്ന് സിനിമയും സീരീസും കണ്ട് ഇൻട്രോവേർട്ട് കളിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. പിന്നെ ഇത് ഞങ്ങളുടെ സാറാണ്. സാറിന്റെ പേര് രാഹുൽ എന്നാണ്. സാർ കയറിയ സമയം തൊട്ടേ വലുതായിരുന്നു. സോ കാൽവരി മൗണ്ടാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. നമ്മൾ കാൽവരി മൗണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാൽവരി മൗണ്ട്. രാമക്കൽമേടി തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം പോയത്. കാരണം ഉച്ച കഴിഞ്ഞാണ് നമ്മൾ അവിടെ എത്തിയത്. ഫുഡൊക്കെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ട്രക്കിങ്ങിനൊക്കെ കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൈബായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി അറ്റത്തിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. അതിന്റെ ഒപ്പം ചെറിയൊരു മഴയും നല്ല തണുപ്പൊക്കെ ആയിട്ട് ട്രക്കിങ്ങിന്റെ വൈബ് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ.
ഗൈസ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് കേട്ടോ. അതായത് 3 ദിവസം ഐവിയാണ്. അതിൽ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള അടിപൊളിയുള്ള റിസോർട്ടാണ്. ഇതാണ് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള റൂം കേട്ടോ. 13 പേരാണ് ഈ ഒരു റൂമിൽ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ റിസോർട്ട് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ എല്ലാവരും കൂടെ. പിന്നെ നമ്മുടെ ഐവിക്ക് വരാൻ പറ്റാത്ത ഒരു ഫ്രണ്ട് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. And a sudden change to this പട്ട look is because നമ്മൾ pool ഇറങ്ങാൻ പോവാണ് guys. സോ ഇപ്പൊ നമ്മൾ ക്യാമ്പ് ഫയറിന് വന്നേക്കാണ്. നേരത്തെ 2 കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കേക്ക് കട്ടിങ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ വന്ന ബസ്സിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ഇട്ടത്. അപ്പൊ ബസ്സിന്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ നടത്തിയ ഒരു കേക്ക് കട്ടിങ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് കേക്ക് കട്ടിങ് വന്നിട്ട് നമ്മുടെ സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്യാമ്പ് ഫയറും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് രാത്രി പിന്നെ ഉറക്കമൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് നേരം റീൽസ് ഒക്കെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് രാത്രി നമുക്ക് ഇങ്ങനെ ഉറക്കമൊന്നും ഉണ്ടാവില്ലോ. അപ്പൊ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് റീൽസ് ഒക്കെ എടുത്ത് ഫുൾ ഇങ്ങനെ വൈബ് അടിച്ചിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഡേ 1 ഓഫ് ഐവി. ഡേ 2 and ഡേ 3 നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ കണ്ടതെന്ന് എല്ലാവർക്കും നന്ദി. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.